മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഹെബ്രായർ 12-ാം അധ്യായം. എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുതേ. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകുകയുമരുതേ. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ? ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകവുമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. ഈ വചനമാണ് നമ്മൾക്ക് പ്രത്യാശ നൽകുന്നത്. നാം ഏതെങ്കിലും രീതിയിൽ തെറ്റുകളിലേക്ക് കടക്കുമ്പോൾ ആ തെറ്റ് തിരുത്തുവാൻ വേണ്ടി നമുക്ക് ശിക്ഷയും നൽകുന്ന നമ്മുടെ മാതാപിതാക്കളെ പോലെ തന്നെ ദൈവമക്കളായ നാം തെറ്റിലേക്കും നിത്യനാശത്തിലേക്കും കടക്കുമ്പോൾ കർത്താവായ ദൈവം നമുക്ക് ചില ശിക്ഷണങ്ങൾ നൽകുമ്പോൾ നാം അതിൽ വളരെയധികം വിഷമതകൾ കാണിക്കേണ്ടതില്ല. കാരണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് കർത്താവ് നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ പലതും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നല്ലതായിരിക്കുമെന്ന് നാം ചിന്തിക്കുമെങ്കിലും പിതാവായ ദൈവം, ആദിവന്തമായ ദൈവത്തിന് മാത്രമേ ശരിയായ അവസ്ഥ മനസ്സിലാക്കുവാൻ സാധ്യമാവൂ. അതുകൊണ്ട് പിതാവിൻ്റെ ഹിതം നാം നിറവേറ്റുക. അതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ നിത്യമായി സ്തുതിച്ചാരാധിക്കുവാനും ആഹ്ലാദിക്കുവാനും നമുക്ക് കൃപ ലഭിക്കും. അതിനുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.